നമുക്ക് വേണ്ടി കൂടുതൽ ബുദ്ധിമുട്ടുകൾ സഹിച്ചത് നമ്മുടെ മാതാവാണ്. മാതാവ് നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തെക്കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ക്ഷീണത്തിനുമേൽ ക്ഷീണമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്നത്. നമുക്ക് വേണ്ടി മുഴുവൻ പ്രയാസങ്ങളും സഹിച്ച മാതാവിനോടാണ് നമുക്ക് കൂടുതൽ കടപ്പാടുള്ളത്. ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഏറ്റവും നല്ല സഹവാസത്തിന് കടപ്പെട്ടവന് ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഉമ്മയോടാണെന്ന്. ചോദ്യകർത്താവ് ചോദ്യം 3 പ്രാവശ്യം ആവർത്തിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഉമ്മയോടാണ്. 4ാമത്തെ ചോദ്യത്തിനാണ് നിന്റെ പിതാവിനോടാണ് എന്ന് ഉത്തരം നൽകിയത്. മാതൃത്വത്തിൻ്റെ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. നമ്മെ ഉപദ്രവിക്കുന്ന മാതാവാണെങ്കിൽ പോലും മാതാവിനോട് ദേഷ്യപ്പെടാനോ ബന്ധം വേർപ്പെടുത്താനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരിക്കൽ മാതാവിനെതിരെ പരാതിയുമായി ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ മാതാവിന് ആവശ്യമായ ധനം ഞാൻ നൽകാറുണ്ട്. പക്ഷേ എന്നെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നു. എൻ്റെ മാതാവിനെ ഇനിയും ഞാൻ സഹായിക്കണോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പരാതി കേട്ട പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, നിൻ്റെ മാതാവിനോടുള്ള ബാധ്യത നീ നിറവേറ്റുക. ശേഷം പറഞ്ഞു, അല്ലാഹുവാണേ സത്യം, നിന്റെ മാതാവ് നിന്റെ ശരീരത്തിൽ നിന്നും ഒരു മാംസകഷ്ണം മുറിച്ചെടുത്താലും മാതാവിനോട് നിറവേറ്റേണ്ട കടമയുടെ 4-1 അംശം പോലും ആവില്ല. നിനക്കറിയില്ലേ, മാതാവിൻ്റെ കാലടിക്കയിലാണ് സ്വർഗമെന്ന്? പ്രവാചകരുടെ മറുപടി കേട്ട ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, എന്നെ മാതാവ് എന്ത് ചെയ്താലും ഞാൻ ഒന്നും പറയില്ല. ശേഷം അദ്ദേഹം ഉമ്മയുടെ അടുക്കൽ ചെന്ന് കാല് ചുംബിക്കുകയും ഇപ്രകാരമാണ് എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് ഉമ്മയോട് പറയുകയും ചെയ്തു. മാതാവിനെ സ്നേഹിക്കുകയും മാതാവിൻ്റെ തൃപ്തി നേടുകയും ചെയ്താൽ ഇരുലോകത്തും ഉത്കൃഷ്ട പദവി കരസ്ഥമാക്കാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.